നമുക്ക് കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ എന്തോരം വെള്ളം എടുക്കണം നോക്കാം. മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് എന്തോരം വെള്ളം വേണ്ടി വരും എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ അരി കഴുകിയെടുത്തു. അതിന് ശേഷം ഈ അരിയുടെ നിരപ്പിന് മുകളിലേക്ക് ഇത്രയും വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കഴുകി വെച്ചേക്കുന്ന അരിയാണ്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ എൻ്റെ വിരലിന് ഇത്രയാകുന്ന അത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഈ അരിയുടെ നിരപ്പിന് മുകളിലേക്ക് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ഒരു ടോട്ടൽ 23 മിനിറ്റ് മതി അരി വേകാനായിട്ട്. ഇതിപ്പോൾ മട്ടേരി ആയതുകൊണ്ട് ഒരു 23 മിനിറ്റ് വേണ്ടി വരും. കാരണം ഇത് നല്ല വേവുണ്ടല്ലോ. സാധാരണ അരിയൊക്കെ ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് വേകും. അപ്പോൾ നമ്മൾ വെക്കാൻ തുടങ്ങി കുക്കർ ഓൺ ആക്കി കഴിഞ്ഞിട്ട് 23 മിനിറ്റ് ടോട്ടൽ മതി കേട്ടോ. ഫസ്റ്റത്തെ വിസിൽ വരുന്നിടം വരെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ തീരെ കുറച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റോടെ മതി. അതായത് ഒരു 19-20 മിനിറ്റ് ആകുമ്പോഴത്തേനും ടോട്ടൽ ടൈമാണ് ഞാൻ പറയുന്നത്. 19-20 മിനിറ്റ് ആകുമ്പോഴത്തേനും ഫസ്റ്റത്തെ വിസിൽ വരും. ആ വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെച്ചിട്ട് ഒരു 3 വിസിലൊക്കെ ആ ഒരു 3 മിനിറ്റിനുള്ളിൽ വരത്തുള്ളൂ. വിസിലിൻ്റെ എണ്ണം ഞാൻ നോക്കുന്നില്ല കേട്ടോ. കറക്റ്റ് 23 മിനിറ്റ്. ആ 23 മിനിറ്റ് ടോട്ടൽ ആദ്യം ഓണാക്കി ഓഫ് ആക്കുന്നതിന് വരെയുള്ള സമയം. അതിനുള്ളിൽ ചോറ് വേകും. അന്ന് നമ്മൾ ഫസ്റ്റത്തെ വിസിൽ കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതിൻ്റെ എയർ പോകാനായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് ഫുള്ളൊന്ന് തണുത്ത വെള്ളം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ കട്ടയൊക്കെ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ, കട്ടയൊന്നും വരത്തില്ല, നല്ലോണം അരി കഴുകിയിട്ട് ഈ വെള്ളം എടുത്ത് ഇത്രയും അളവിൽ വെള്ളം എടുത്താൽ ഇൻ കേസ് എങ്ങാനും കട്ട വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉടച്ച് റെഡിയാക്കി ഇട്ടതിന് ശേഷം ആ തണുത്ത വെള്ളത്തിൽ ഒന്ന് ഊറ്റിക്കളഞ്ഞ് അതിന് ശേഷം ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് വാർക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുന്ന പോലെ നല്ല ഫൈനായിട്ട് ചോറ് കിട്ടും നമുക്ക്.